ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുബാവ വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി തിരിച്ച് നമ്മൾ അവിടെ നിന്ന് വിടുകയാണ്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് പോവാം. നമ്മളിനി എവിടെ പോണേ? ആശുപത്രി ഇല്ല. എന്തിനാ ആശുപത്രി പോണോ? ആരെ കാണിക്കാൻ പോണ ആശുപത്രിയില്? ചുറ്റു എന്താ സുഖം? പന്നിയാ പന്നി. ഇഷ്ടായ എവിടെ വന്ന് ഇതാണോ ദോച്ചത്തിരണ പാക്ക്? ദോശ അയ്യോ എന്തൊരു സന്തോഷം. ദോശ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറത്തെ സെർച്ചിന് ശേഷമാണ് ഈ ഒരു കട കിട്ടിയത്. നമുക്ക് നോക്കാം ഫുഡ് കൊള്ളാമോ എന്തോ. ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് കൊള്ളാമെന്നാണ് തോന്നുന്നത്. ഏട്ടാ ഇനി വരൂ ഏട്ടാ ഇവനെ ഇനി ഇവിടെ. നന്നോച്ചാണോ ഇത്? നന്നോച്ചും പച്ചു കുഞ്ഞു. മക്കളെ പാർക്കിൽ പോവാം. അതെ അതെ ഇത് പ്ലെയിൻ ദോശ. ഞാൻ പൊടിദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊടിദോശ ആയതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരല്ലോ. മസാല ദോശ കഴിക്കാൻ എന്തായാലും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പം വിചാരിച്ചു പൊടിദോശ കഴിക്കാമെന്നും. ഞാൻ ഇതിന് മുമ്പും അവിടുന്ന് കഴിച്ചത് പൊടിദോശ തന്നെയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇനി പൊടിദോശ എന്ന് പറയുന്ന സംഗതി കഴിക്കുന്നത്. പിന്നെ പെട്ടെന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അത് ഓർഡർ ചെയ്തത്. അത് കൊണ്ടുവന്നത് ഏറ്റവും ലാസ്റ്റ്. എന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള കഥയാ. കിട്ടിയ ഒരു ആക്രാന്തത്തിന്റെ മേലെ, കാരണം നല്ല വിശന്ന് അടപ്പളവിരിക്കുകയായിരുന്നു. ആ ഒരു വിശപ്പിന്റെ വിളിയിൽ ഞാൻ തുറന്നു നോക്കാണ്ട് പെട്ടെന്ന് വാരിയെ കഴിച്ചപ്പോഴാണ് അറിയണത് അതിനകത്ത് പൊടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. പിന്നെ അവരെനിക്ക് പൊടിയിട്ട് സെപ്പറേറ്റ് വേറെ ദോശ കൊണ്ട് തന്ന്. അതും ഇതും എല്ലാം കൂടെ എനിക്ക് ഭയങ്കര ഹെവി ഡോസ് ആയി പോയി.
ഇതിനകത്ത് പൊടിയൊന്നുമില്ല. അങ്ങനെ എന്നിട്ട് സാധാ ദോശ പൊടിയൊന്നും പറഞ്ഞു പോയില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ ഇഷ്ടപ്പെടാതെ ആഴ്ച പറ്റില്ല. അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല വൃത്തിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് കേട്ടോ കഴിച്ചത്. നമ്മൾ രാമേശ്വരത്ത് നിന്ന് കഴിച്ച ആ ഒരു വില വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഒരു അഫോർഡബിൾ റേറ്റ് ആയിട്ട് നമുക്ക് തോന്നി. നമ്മളിങ്ങനെ കഥകളിലൊക്കെ കാണൂല്ലേ ഏട്ടാ, കാർട്ടൂൺ. ഇംഗ്ലീഷിൽ തമിഴാണ് എഴുതിയിരിക്കുന്നത്. ആട്ടിൻകുട്ടിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മയിലിനെ കാണാൻ കഷ്ടപ്പെട്ട് വന്ന്. പിന്നെ നമ്മൾ വരും വഴി കണ്ട കാഴ്ചയാണ് ഈ ഉപ്പുപാടം. നമ്മൾ കാണുന്ന വെളുവിളായിരിക്കുന്ന ഉപ്പിന്റെ പിന്നിൽ ഇമാതിരിയാണ് ഇരിക്കുന്നത്. പിന്നെ ഓരോരോ പ്രോസസ്സിലൂടെയാണ് നമുക്ക് വരുന്ന വെളുത്ത കളറുള്ള ഉപ്പ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഇറങ്ങി നമുക്ക് വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ പൊട്ടവെയിൽ നമ്മൾ അതിന് സമ്മതിച്ചില്ല. പൊട്ടവെയിൽ എന്ന് പറഞ്ഞാൽ ഈശ്വര നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞോണ്ട് പോകും, അമ്മാതിരി വെയിൽ. അപ്പൊ അവിടെ നിൽക്കുന്ന ജോലിക്കാരെ ഒന്ന് സമ്മതിക്കണം, എന്ത് കഷ്ടം. പിന്നെ അടുത്തായിട്ട് പറയേണ്ടത് വെള്ളമില്ലായ്മയുടെ കാര്യമാണ് കേട്ടോ. ഇവിടെ വെള്ളത്തിന് ഭയങ്കര കഷ്ടത അനുഭവിക്കുന്നതാണ്. കണ്ടില്ലേ, കൊച്ചു കുട്ടിയാണ് നിന്ന് വെള്ളം പിടിച്ചോണ്ട് പോകണത്. എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇതുമാതിരി ഒരു കുടം വെക്കാൻ പറ്റത്തിലൊരു വണ്ടിയുണ്ട്. നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് കടകളിൽ പോലും ഇതിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, വെള്ളം കളക്ട് ചെയ്യാൻ അവർക്ക് വേറൊരു മാർഗ്ഗമില്ല. ഓരോരോ കുടമായിട്ട് പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറെ ഇങ്ങോട്ട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കടയായിട്ടോ ഒരു ഹോസ്പിറ്റലായിട്ടോ ഒരു യാതൊരുവിധ ഫെസിലിറ്റിയും നമുക്ക് അവിടെ ഫീൽ ചെയ്തില്ല. കാരണം ഒരു ഒരു കടയോ ഒന്നും ഇല്ലാത്ത ഒരു വിജനമായ പ്രദേശത്തൂടെയാണ് കേട്ടോ നമ്മൾ പാസ് ചെയ്തത്. വീടുകളുണ്ട്, പക്ഷെ യാതൊരു തരം ഫെസിലിറ്റി ഇല്ല. പിന്നെ കുറെ ഇങ്ങ് വന്നപ്പോഴാണ് ഇതുമാതിരി ഒരു സ്ഥലം കണ്ടത്. ഇത്രയും ദൂരം വരണ ആളുകള് പിന്നെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ കാളകളെ വണ്ടികളിൽ കൊണ്ടിറക്കണ കണ്ടു. ഇത് കാളപ്പോര് നടത്താനാണത്രേന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കാളകളെ വണ്ടിയിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതേതോ ഒരു കാളപ്പോര് നടക്കണ ഒരു സ്ഥലമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. പിന്നെ അവിടെ ഫുൾ കാണാൻ പറ്റുന്ന കാഴ്ചയാണല്ലോ ഇത്, കാറ്റാടി യന്ത്രങ്ങള്. ഇങ്ങനെ വസുവിന്റെ ഫാനാണെന്നാണ് വസു പറയുന്നത്. പിന്നെ ഫിഷിന് ഫേമസ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇവിടെ ചോവരിൽ വരെ മീൻ പിടുത്തവും ഫിഷൊക്കെയാണ് ഇവിടെ ചോവർ ചിത്രമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വലിയ മലകളൊക്കെ. യാത്ര തുടർന്ന് വന്നപ്പോഴേക്കും നമുക്ക് ആഹാരം കഴിക്കേണ്ട സമയം, അതായത് ഒരു 3 മണിയായെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആസിഫ് ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ തിരുനെൽവേലിയിലാണ് കേട്ടോ വന്നത്. നമ്മൾ വിചാരിച്ചു, അപ്പൊ ഞാൻ ഇതുവരെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അപ്പൊ അവരൊക്കെ സജസ്റ്റ് ചെയ്തു ഇവിടുന്ന് കഴിച്ചാൽ നിനക്ക് പറ്റുമായിരിക്കുമെന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ആഹാരം കഴിക്കാനായിട്ട് കയറി. ബസ് അങ്ങനെ ഇവിടെ ഇരുന്ന് ചിരിച്ച് അങ്ങ് സന്തോഷിച്ചുല്ലസിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ പോകുന്നതാണല്ലോ ചേട്ടന് ഇഷ്ടം. അപ്പം നമ്മളിവിടെ ഫുഡിന് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് കൊണ്ടുവന്നു. എന്തോ ബക്കറ്റ് കോംബോ അങ്ങനെ എന്തോ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് വന്ന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു. എനിക്കിഷ്ടമായിട്ടോ അതിൻ്റെ ഫ്ലേവർ. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, എന്നാലും എനിക്കിഷ്ടമായി. അതിൻ്റെ കൂടെ ഒരു നമ്മൾ ചിക്കൻ 65 കൂടെ നമ്മൾ
ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊള്ളായിരുന്നു. എനിവേസ് നല്ലൊരു ബിരിയാണി ആയിട്ട് ഇനിയും എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രിവാൻഡ്രത്തുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ ഐറ്റം. ബട്ട് കൊള്ളാം. നല്ലൊരു ഫ്ലേവർ. തമിഴ് ഫ്ലേവർ ആണോ? ഞാൻ തമിഴ് ബിരിയാണി കഴിച്ചത് അതിനെക്കുറിച്ചും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിവേയ്സ് നല്ലൊരു ബിരിയാണി തന്നെയാണിത്. അപ്പോൾ വസുവിന് ചോറ് വേണ്ട, ചിക്കൻ ഫ്രൈ മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് കൊള്ളാം കൊള്ളാം എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതെ, പിന്നെ അതിൻ്റെ കൂടെ ആയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ബ്രെഡ് ഹൽവയാണെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കൊള്ളാം. നെയ്യും മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു. കുഴപ്പമില്ല, പക്ഷെ ഓവറായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത്ര തന്നെ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ ഇറങ്ങിയപ്പോഴാണ് എന്താ മീട്ട പാൻ അങ്ങനെ എന്തോ ഒരു ഐറ്റം, ഇങ്ങനെ പാനിൽ ചവയ്ക്കുന്ന അത് കണ്ടു. അത് കണ്ടപ്പോൾ വസുവിൻ്റെ വിചാരം, എൻ്റെ ഫ്രണ്ട് ചെറി വെച്ചിട്ടുണ്ടായിരുന്നു. വസുവിൻ്റെ വിചാരം അതെന്തോ കഴിക്കുന്ന മുട്ടായി ആണത്രേ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് എന്ന കുറച്ച് ടൂട്ടി ഫ്രൂട്ടി പോലുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിനകത്തും ഈ വെറ്റ എന്തോ കിടന്നു, പക്ഷെ അവന് കൊടുത്തില്ല. അവൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അവൻ കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാൻ കൊടുക്കാമോ എന്തോ, ഞാൻ എന്താ കൊടുത്തില്ല അവന്. പിന്നെ നമ്മളൊക്കെ തന്നെയാണ് അത് വാരി കഴിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീം കട കണ്ടത്. പിന്നെ അവിടെ പോയി കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. കുറച്ച് ഐസ്ക്രീം അല്ല, ഒരു ടിൻ ഐസ്ക്രീം അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കയറിയപ്പോഴും ആൾക്ക് കൺഫ്യൂഷനായിരുന്നു. കാരണം ഒരുപാട് വെറൈറ്റീസ് ഇരിക്കുകയാണ്, അതിനകത്ത് നിന്ന് ഏതെടുക്കണം. അപ്പോൾ അവർ ടോപ്പിങ്സ് ആയിട്ട് ഇടുന്ന ഐറ്റം കണ്ടപ്പോൾ അതിനകത്തുനിന്ന് ഇനി ഏതെടുക്കണം എന്നായി. അങ്ങനെ ഐസ്ക്രീമും വാങ്ങി വന്നപ്പം ആള് വിചാരിച്ച ടേസ്റ്റ് ആയിരുന്നില്ല. അവൻ വാങ്ങിച്ചത് മറ്റേ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരുന്നു. അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഐസ്ക്രീം അല്ലേ, ഞാൻ വെറുതെ വിടുമോ, പിന്നെ ബാക്കി മുഴുവൻ ഇരുന്ന് ഞാൻ അങ്ങ് കഴിച്ചങ്ങ് സമാധാനപ്പെട്ട്. അങ്ങനെ വീണ്ടും നമ്മൾ വിചാരിച്ചു നമുക്ക് കന്യാകുമാരിയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ, കാരണം ഇത്ര ടൈം ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ എല്ലാവരുടെയും അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. പിന്നെ വസുവിൻ്റെ ഫാൻ വഴി നീളെ ആസ്വദിക്കുകയാണ്. എങ്ങും നോക്കിയാലും കാറ്റാടിയോട് കാറ്റാടി. ബസ് ഓരോ സൈഡിലായിട്ട് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മധുരം മാത്രം. അയ്യോ അയ്യോ കളയരുതേ. തലയൊക്കെ അടിച്ചു പോണില്ലേ? സമയം വാ. എത്ര പറഞ്ഞു? ഇതാണ് വേണ്ട. കനത്തിരുന്നോളൂ ചേട്ടാ. ഒന്നുകൂടി പറഞ്ഞില്ലേ? പറഞ്ഞു നിർബന്ധം പഠിപ്പിക്കാൻ ഞാൻ വേളം വയ്ക്കല്ല, വേളം വെച്ച് അങ്ങ് കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു. ആണിപ്പം ഇതാ ഞാൻ കൊണ്ടാ അവൻ കൊണ്ടോട്ടാ. ഭയങ്കര മുട്ടായി വാങ്ങിത്തരാം. അതേ മുട്ടായി മേടിച്ചു തരൂ, അല്ലെങ്കിൽ മുട്ടായി മേടിച്ചു തരൂല. ഷൂ രൂപയ്ക്ക് മുട്ടായി മേടിച്ചു തരാം. ഷൂ രൂപയ്ക്ക് മുട്ടായി മേടിച്ചു തരാം. നാളെ ഷൂ മേടിച്ചു തരാം. ഞാൻ കൊണ്ടാ
വെയിലത്ത് ഞാൻ നീക്കി വിടും ശരി അവളെ വെയിലത്ത് എന്തോന്ന് മേടിച്ച് അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? കന്യാകുമാരി. സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ടൈമിൽ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഇവിടെ നല്ല കാണാമല്ലോ കാല് സുഖമുണ്ടോ? കാല് സുഖമുണ്ടോ? ചോര വന്നു താഴെ ഇടിച്ചു പുതായം. എവന് അവനെ അടിച്ച് നമുക്ക് പൊട്ടിക്കാം. എന്തേട്ടാ പിള്ളേരങ്ങനെ പറയണ? താഴെ വീണ താഴെയിട്ട് അടി കൊടുക്കണം. എന്റെ ഫോണിൽ ഞാൻ മിസ് ചെയ്തു. ഒരു സമാധാനം കാണൂല അതിന്. വരുന്ന മുമ്പ് എന്റെ ഫോണിലായിരുന്നു എല്ലാം. അതെ, നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ ഏട്ടാ? ഇതോടെ ഈ ട്രിപ്പ് അവസാനിക്കുന്നതായിരിക്കും. എന്തായിരുന്നേ? ഇങ്ങോട്ടോ ഇതേ ഉള്ളു രക്ഷപ്പെടാനൊരു മാർഗമല്ല ഏട്ടാ. അവിടെ ഒരു പള്ളിയാണല്ലേ? ലൈറ്റ് കണ്ടാ മേളിൽ ഒരു വസുദേവേ. ശിവമാമൻ ഇസ് മിസ്സിങ്. എന്തോ പ്രയർ നടക്കണ്ട് ഇവിടെ. We can see that.
അങ്ങനെ നമ്മുടെ കന്യാകുമാരി വിശേഷം എത്ര ഉള്ളൂ. അവിടുന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചു വരും വഴി കുറച്ച് ദിവാലി സ്വീറ്റ്സ് വാങ്ങാന്ന് വിചാരിച്ചു. ബാങ്കിലേക്ക് കൊടുക്കാനും എനിക്ക് പഠിക്കുന്ന ഇടത്തേക്ക് കൊടുക്കാനൊക്കെ വേണമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. കൂടാതെ നമുക്ക് വാങ്ങിച്ചു കേട്ടോ സ്വീറ്റ്സ്. കാരണം ഞാനൊരു സ്വീറ്റ്സിന് അഡിക്റ്റാണ് പലപ്പോഴും എന്നെനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ 2-3 ബോക്സ് വാങ്ങിച്ചു. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കുറച്ച് എല്ലാത്തിൽ ഓരോരോ പീസ് വീതമായിട്ട്. അങ്ങനെ സ്വീറ്റ്സും വാങ്ങി നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോകും വഴി ഞാനൊരു ഫ്രൂട്ടി അല്ല, ഒരു ഗുവാവയുടെ ഒരു ഡ്രിങ്ക് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ച് റോഡ് നീളെ കളികളും തമാശകളും പറഞ്ഞ് മോസ്റ്റ്ലി എന്നെ കളിയാക്കിയാണ് കേട്ടോ ഏട്ടൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ചേട്ടന്റെ എത്തിയത് കാരണം ഇവരെ ഇറക്കണം, പിന്നെ കാറ് കഴുകണം. കാറ് നല്ല കോലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ് കഴുകാന്നൂടെ വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടെ വന്നത്. അതെടുത്തില്ല. അവൻ ഓരോന്നിന്റെ അടിയിൽ കയറിയേ ഒളിച്ചിരിക്കുകയാണ് വസു. മാറ്റിട്ട് കാണാൻ പറ്റൂല. അതെന്തോന്ന് കവറ്? ഹസന് പിന്നെ ആമയെ കണ്ടു കഴിഞ്ഞപ്പോ തിരിച്ചു വരണ്ടാന്ന്, അവിടെ നിന്നോളാന്നാണ് പറയുന്നത്. പിന്നെ രാത്രി കിടന്ന് ഇവൻ കരഞ്ഞു വിളിക്കും. അങ്ങനെ ഒരു വിധത്തിൽ ചേട്ടൻ അവിടുന്ന് പിടിച്ചു കെട്ടി കാറിലേക്ക് കൊണ്ടു തന്നു. എന്നിട്ട് വീണ്ടും അവിടുന്ന് എന്തൊക്കെയോ പെറുക്കിയെടുത്തിട്ടാണ് കൂടെ വന്നത്, എന്തോ ബോക്സ്. അപ്പൊ നമ്മുടെ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്.